നിമിഷപ്രിയയുടെ തൂക്ക് ജൂലൈ 16 ഫിക്സ് ചെയ്തായിരുന്നു യമനിൽ. പക്ഷേ അത് മാറി. അവിടെ ഒരു ഇവാഞ്ചലിസ്റ്റ് കെ എ പോള് നിമിഷപ്രിയയുടെ അമ്മയായിട്ട് യമനിലുണ്ട്. അവരുടെ ശ്രമഫലമായി ആ തൂക്ക് കയറിൽ നിന്ന് മാറ്റാൻ കാന്തപുരത്തിനെ അവർ ബന്ധപ്പെട്ടു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം ഒരു സുന്നി മുസ്ലിമാണ്. ഇന്ത്യയുടെ ഒരു ഗ്രാൻഡ് മുഫ്തിയായിട്ടാണ് അദ്ദേഹത്തിനെ കരുതുന്നത്. വലിയ ചിന്തകനാണ്, മതപണ്ഡിതനാണ്. ഇന്ത്യയിലെ എല്ലാ മുസ്ലിംസും അംഗീകരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം ഇപ്പം നോർത്ത് യമനിലെ ഹൂതികളെ, അവിടുത്തെ മത നേതാക്കളെയും അദ്ദേഹം വിളിച്ചു. കാന്തപുരം ഒരു മുസ്ലിം കുട്ടിക്ക് വേണ്ടിയിട്ടല്ല യമനിലെ അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ടിനെ വിളിച്ചത്. അത് ഒരു ഇന്ത്യക്കാരി മലയാളിക്ക് വേണ്ടിയാണ്. അവർ ഹസ്ബൻഡ്, നിമിഷപ്രിയയുടെ ഹസ്ബൻഡ് ഒരു ക്രിസ്ത്യനാണ്, ടോമി. അവർ തൊടുപുഴക്കാരനാണ്. ഒരു മോളുണ്ട്, മിഷേൽ. ആ കുട്ടി ബോർഡിംഗ് സ്കൂളിൽ നിൽക്കുകയാണ്. അമ്മ അവിടെ വധശിക്ഷയ്ക്ക് വിധേയമായിട്ട് കിടക്കുന്നു. അവിടെ ഒരു ഇവാഞ്ചലിസ്റ്റ് പോൾ എന്നയാൾ നിമിഷപ്രിയ അമ്മയുമായിട്ട് യമനിലുണ്ട്. അവർ തലാൽ എന്ന് മരണപ്പെട്ട ആളുടെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ നിന്നൊരു പോംവഴി ഉണ്ടാക്കാൻ കുറേ വർഷങ്ങളായി, 1 വർഷത്തോളമായി അവിടെ തന്നെയുണ്ട്. ആ പോൾ ഇപ്പം ഈ മിഷേൽ എന്ന കുട്ടിയെ അമ്മയുടെ അടുത്ത് അമ്മയെ കാണണമെന്ന് ആവശ്യപ്പെട്ട് കരയുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതിനൊരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഹൂതി റിബൽ ലീഡറിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പോള് ഈ കുട്ടിയുടെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റും എല്ലാം വീഡിയോ ചെയ്തിരിക്കുന്നത്. അത് അവരെ നോർത്ത് യമനിലുള്ള തലാലിൻ്റെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് ഡെത്ത് പെനാൽറ്റിയിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ ഒരു ശ്രമം നടന്നു. ആ ശ്രമം കാന്തപുരത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് അംഗീകരിച്ചിട്ടില്ല. കാരണം ആ തൂക്കിൻ്റെ ആ വിധി മാറ്റിയിട്ടില്ല എന്ന് കണക്കാക്കിയിട്ടായിരിക്കാം. എന്തായാലും ജൂലൈ 16 തൂക്കമെന്ന് പറഞ്ഞത് മാറിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും അതിന് 2 ദിവസം മുമ്പ് കാന്തപുരത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായി. കാന്തപുരത്തിൻ്റെ ഒരു കൗണ്ടർ പാർട്ട് അവിടെയുണ്ട്. ഷെയ്ഖ് ഹബീബ് ദബർ ബിൻ അഫീൻ എന്ന് പറഞ്ഞ ആൾ അവിടുത്തെ നോർത്ത് യമനിലെ ഹൂതികളുടെ നേതാവാണ്. അത് സുന്നി മുസ്ലിമാണ്. അവിടെ അദ്ദേഹമായിട്ട് ഇദ്ദേഹം ബന്ധപ്പെട്ടു. അവർ വളരെ ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ സ്വാഗതം ചെയ്തു, അവരെ വെൽക്കം ചെയ്തു. ഇന്ത്യയിലെ ഒരു മുസ്ലിം പണ്ഡിതനാണ് വിളിച്ചിരിക്കുന്നത്. ആ മുസ്ലിം സമുദായത്തെ കുട്ടിക്ക് വേണ്ടിയിട്ടല്ല, കേരളത്തിലെ നമ്മുടെ ആ മതേതര സ്വഭാവം എന്താണെന്ന് അവർക്കിപ്പം മനസ്സിലായിട്ടുണ്ട്. ഇവിടെ കാന്തപുരം ഇവിടെ വിട്ടിരിക്കുന്നത് ആ മറ്റൊരു സമുദായത്തിലെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ എല്ലാ ജനങ്ങളും അങ്ങനെയാണ് കഴിയുന്നത്. എല്ലാ മതക്കാരും ഇവിടെയുണ്ട്, എല്ലാവരും പരസ്പരം സഹായിക്കുന്നവരുമാണ്. ഒരു പെൺകുട്ടി മിഷേലിൻ്റെ അമ്മയെ അവിടെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് കാന്തപുരം നടത്തിയത്. മനുഷ്യസഹജമായ, മനുഷ്യസ്നേഹമായ പരമായ ഒരു പ്രവൃത്തി കാന്തപുരത്തിൽ നിന്ന് വന്നു. അദ്ദേഹം ജാതി മതമൊന്നും നോക്കിയിട്ടില്ല. ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളി എന്നുള്ള കണക്കിലാണ്. ഏതായാലും ഷെയ്ഖ് ഹബീബ് അദ്ദേഹത്തിൻ്റെ വിളി അനുസരിച്ച് മറ്റേ വീട്ടുകാരുമായിട്ടും നോർത്ത് യമനിലെ ഹൂതികളുമായിട്ടും അദ്ദേഹം സംസാരിച്ചു. ഏതായാലും ഡെത്ത് പെനാൽറ്റിയും തൽക്കാലം ഒഴിവായി. ജുഡീഷ്യൽ അതോറിറ്റി യമനിൽ ഉള്ളവരും ഈ കാര്യത്തിൽ ഇടപെട്ടു എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള വാർത്തകളും വരുന്നുണ്ട്. കാന്തപുരത്തിൻ്റെ ഇടപെടൽ മൂലം എന്തായാലും ജൂലൈ 16 തൂക്ക് മാറ്റി എന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ട് 2017 മുതൽ യമനിൽ ജയിലിൽ കിടക്കുകയാണ്. ഏകദേശം 8 വർഷമായി അവിടെ നിമിഷപ്രിയ കിടക്കാൻ തുടങ്ങിയിട്ട്. അതേസമയത്ത് തലാൽ എന്ന് പറഞ്ഞ അവരുടെ പാർട്ട്ണറെ കൊന്നു, അത് കഷ്ണമാക്കി കളഞ്ഞു എന്നൊക്കെയുള്ള ആരോപണത്തിൻ്റെ പുറത്താണ് അവർക്ക് വധശിക്ഷ കൊടുത്തിരിക്കുന്നത്. അവർക്ക് ബ്ലഡ് മണി അവരുടെ വീട്ടുകാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സ്വീകരിക്കാൻ ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. അവിടെയുള്ള അവരുടെ ട്രൈബിൻ്റെ ചില ചേരിപ്പോരുകളുണ്ടാകാം. പക്ഷേ ഇപ്പോഴത്തെ കാന്തപുരത്തിൻ്റെ ഇടപെടലുകൊണ്ട് അവിടുത്തെ ഏറ്റവും മുന്തിയ ഷെയ്ഖ് ഹബീബ്, അവർ സുന്നിയുടെ ഏറ്റവും മുതിർന്ന
ആ മതപണ്ഡിതൻ ഇടപെട്ടിരിക്കുന്നു. കാന്തപുരത്തിൻ്റെ വിളിയിൽ വലിയ സന്തോഷം തോന്നി അവർക്ക്. അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാം. നോർത്ത് തമിഴിലും സൗത്ത് തമിഴിലൊക്കെ 3-4 ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ ഒരു ജുഡീഷ്യൽ കോടതിയാണ് ഇപ്പം വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. എന്തായാലും കാന്തപുരത്തിൻ്റെ ഇടപെടൽ കൊണ്ട് നിമിഷപ്രതിയുടെ തൂക്ക് മാറ്റിവെച്ചെന്നുള്ള സത്യം തന്നെയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആ ജഡ്ജ്മെൻറ്റ് മാറിയിട്ടില്ലാത്തത് കൊണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റാൻഡ് സ്വീകരിച്ചിരിക്കാനാണ് സാധ്യത. ഏതായാലും ഇതിന് ചില എഫക്റ്റുകൾ ഉണ്ടായി. തീർച്ചയായിട്ടും അവിടെ ഇനി ഈ ഇടപെടലുകളുടെ തൂക്ക് മാറ്റിവെച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നെങ്കിൽ അവിടെ ശിഷ്ടകാലം കഴിയണം, ജീവപര്യന്തം കൊടുക്കണം. പിന്നെ തലാലിൻ്റെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവിടുത്തെ മതപണ്ഡിതന്മാർ. അവർ പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കേൾക്കും. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് മണി കൊടുത്ത് നമുക്ക് നിമിഷപ്രിയയെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.